നിന്റെയൊക്കെ ഒരു ഭാഗ്യം ലച്ചു. ഇത്ര നല്ലൊരു അമ്മായിയമ്മ കിട്ടിയില്ലേ. ഇതിനെയാണ് പറയണം ഉജ്ജന്മ സുഹൃതോന്ന്. എന്റെയൊക്കെ ഒരു വിധിയേ. നീ എന്തോ ഇപ്പൊ പറഞ്ഞേ? മുജ്ജന്മ സുഹൃതം വേണമെന്നോ? അതിനൊക്കെ ഒരു ഭാഗ്യം വേണമെന്നോ? നിനക്ക് എന്തുവിടെ ഭാഗ്യത്തിന് കുഴപ്പം? അപ്പൊ നീ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം ഞാനൊരു പ്രശ്നക്കാരിയാണെന്നില്ലയോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞങ്ങ് തീർക്കും. എന്താ ചിരിക്കുന്നേ? അമ്മൂമ്മ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ജന്മം എന്തായാലും അമ്മൂമ്മ നല്ലൊരു അമ്മായിയമ്മയായി. നമുക്ക് സാരില്ല, നമുക്ക് അടുത്ത ജന്മത്തിൽ പിടിക്കാം. ലച്ചു, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. ചോനർത്തര ഭവാനി, കൊഴപ്പില്ല, നമ്മളില്ലേ? ആ വേണ്ട, ഞങ്ങൾ സ്നേഹിക്കുന്നു. ചുമ്മാ പറഞ്ഞല്ലേ അമ്മ. വേണ്ട, എന്തോ നമ്മൾ ചുമ്മാ പറഞ്ഞല്ലേ? ചുമ്മാ പറഞ്ഞല്ലേ? ഞാൻ ചുമ്മാ ഒന്നും പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞ. എന്താ നോക്കണേ? ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമില്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീ കാര്യമായിട്ടേ പറയത്തുള്ളൂ എനിക്കറിയാം. ഞാൻ ചുമ്മാ പറഞ്ഞ അമ്മ. പിണങ്ങല്ലേ? லட்சு நம்ம கேசு எப்ப வருவான் പടവലത്തിലിருந்து? അവിടെ അവനെന്തോ ഒപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേരത്തെ എത്തേണ്ട സമയമായി. വരട്ടെ. ഓ, മരുമക്ക് മാത്രം ഉണ്ടാവുള്ളൂ. ഒന്നും ആയില്ല. ഓക്കെ, എവിടെ പോ? ഞാൻ കിച്ചണിൽ പോണ്. ഇതൊരു വേലും ചൂടോടെ നിന്ന് പുഴുങ്ങണം. കനകാന്റി, കുറച്ച് വെള്ളം. കുറച്ചു നേരം വെയില് തിന്നപ്പോൾ തന്നെ വീണ് അല്ലേ? ആണ് പറയണേ, കുറച്ച് വെയിലും മഴയൊക്കെ കൊള്ളണമെന്ന്. നീ അല്ലേ പറയാ റോഡ് തിരക്കൊന്നും കാണൂല, വെയിലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്? വേലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായ? നമ്മളൊക്കെ പച്ചക്കറിയൊക്കെ മേടിച്ചങ്ങ് തിന്നുമ്പോ അറിയില്ലല്ലേ. ഇതാണ് ഓരോരുത്തരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖങ്ങൾ. എന്ത് പറഞ്ഞു നേരത്തെ? ഞാൻ കൊണ്ട് കേട്ടില്ല. എന്ത് പറഞ്ഞു? എന്ത്? റോട്ടില് ആള് കാണുമെന്ന് പറഞ്ഞിട്ടുന്നാ? ഇത്രയും തീർന്നോ? ഇത്രയും പച്ചക്കറി തീർന്നോ? ആരുടെ മിടുക്കുണ്ട്? എന്റെ മിടുക്കുണ്ട് ഇത്രയും പച്ചക്കറി തീർന്നത്. ഈ നാക്കിന്റെ ബലത്തിലാണ് അത് പകുതിയും വിറ്റ് പോയത്. സമ്മതിച്ച്. ഇനിയിപ്പൊ ക്രെഡിറ്റ് മൊത്തം നിനക്ക് തരണമായിരിക്കും. കഴിവൊന്നും വേണ്ട, ഞാൻ എടുത്തോളാം. എന്തോന്ന് പറഞ്ഞ? ഈ നാക്കിന്റെ ബലത്തിലാണ് ഇത് മൊത്തം വിറ്റ് പോയത്. എടാ, നല്ല പച്ചക്കറി കണ്ട ആരായാലും വന്ന് വാങ്ങും. പിന്നെ ഈ പച്ചക്കറി വിൽക്കാൻ തന്നത് രണ്ട് സുന്ദരിയായ പിള്ളേരല്ലേ. അപ്പൊ ആരായാലും വണ്ടി നിർത്തി വാങ്ങിച്ചു പോവില്ലേ? ഇല്ലടി? പിന്നല്ലേ. എന്താടാ അതിന്റെ ഇടയ്ക്ക് ഒരു ചെറുക്കൻ വന്ന് എന്റെ അടുത്ത് ചോദിച്ചില്ലേ, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ? அப்படி கேட்டாங்களா? കേട്ടാങ്ക കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ആ സങ്കടത്തിൽ 2 കിലോ പയർ മേടിച്ചോണ്ട് പോയി. സുന്ദരികൾ എന്നെ കൊണ്ടൊന്നും പണയിപ്പിക്കില്ലേ. ഓ, അവന് മർലേനും അലീനൊക്കെ ആയിരിക്കും സുന്ദരികൾ. ஹரிதாவும் ரொம்ப அழகுதான், வில்லேஜ் கேர்ள் மாதிரி தெரிவா. കനകാന്റിയെ, ഈ അഴകിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അല്ലെ തന്നെ പറ, സൗന്ദര്യം കൊണ്ട് എന്തിനാണ് ഉപയോഗം? ബുദ്ധിയിലും ഹാർഡ് വർക്കിലുമാണ് കാര്യം. പറ, കമൺ ഗേൾസ്, കമൺ പറയൂ, എന്താണ് സൗന്ദര്യം കൊണ്ട് ഉപയോഗം? എന്താണ്? കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഗംഭീര ചർച്ചയിലാണല്ലോ. മോനെ, കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചവടമൊക്കെ പൊടി പൊടിച്ചില്ല അമ്മൂമ്മ. മാറി ഇവിടെ മാറ് മാറ് മാറ്. കനകാന്റി ഒന്ന് മുമ്പോയി. ഞാൻ കച്ചവടം ചെയ്ത് ഉണ്ടാക്കിയ കാശ്. ഞാനാ? ഞങ്ങൾ എന്റെ മക്കള് തന്നെ കൈവച്ച്. മക്കള് വെച്ചു. അല്ലല്ല, എന്റെ പൊന്നോ വെച്ചിരുന്നോണ്ടാ മതി. അമ്മൂമ്മ, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പൂപ്പന് കൊടുക്കേണ്ട കാശാണ്. ഇപ്പൊ അമ്മൂമ്മയുടെ തന്നു വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മൂമ്മ പാതി അപ്പൂപ്പൻ പാതി എന്നാണല്ലോ. എങ്ങനെ? അപ്പൊ അമ്മൂമ്മയുടെ വേണ്ട, മക്കള് തന്നെ വെച്ചു. തരണ്ടേ? വേണ്ട, മക്കള് വെച്ചു. ഞാൻ തന്നെ വെച്ചേ. ഓ, അമ്മൂമ്മ, ഇനി എല്ലാ മാസവും ഞാൻ നേരെ പടവലത്തോട്ട് പോയി അവിടുത്തെ ചക്കയും മാങ്ങയും തേങ്ങ എല്ലാം കൂടി ഒരു വണ്ടി വിളിച്ച് അതിനകത്ത് കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ വിൽക്കും. എന്നിട്ട് ആ കാശ് കൊണ്ട് അപ്പൂപ്പനെ കൊടുക്കും. കണ്ടോ ലച്ചു, ആദ്യമായിട്ട് കച്ചവടം ചെയ്ത് കിട്ടിയ കാശാ. അത് അമ്മൂമ്മയുടെ കൊണ്ട് തന്നില്ലയോ? എന്റെ കുട്ടിയെ എല്ലാരും മാതൃകയാക്കണം, മാതൃക. ഓ, സമ്മതിച്ച്. ഇവൻ തന്നെ വലിയവൻ. ഇനിയിപ്പോ ഇവൻ നിലത്തൊന്നും നിക്കൂല, മേളായിരിക്കും അങ്ങോട്ട്. கேசு வந்து ரொம்ப ஸ்மார்ட் தான். യങ്സ്റ്റേഴ്സ് എല്ലാം അവനെ பார்த்து കത്തുക്കണം. അങ്ങനെ പറഞ്ഞോട് കനകാന്റി. ഇതിനൊക്കെ നമ്മളെ പുച്ചോണ മരത്തലോട്ട് കേറട്ടതൊക്കെ. കേസു, ഇന്നത്തെ കച്ചവടം മുടിഞ്ഞതാ? കഴിഞ്ഞില്ല. അതുണ്ടോ? അരച്ചാക്ക്
ഉണ്ട്, ഇനി ബാക്കിയുണ്ട്. ഇത് കൊണ്ടുപോയി വിൽക്കണം. ഉച്ചയ്ക്ക് ശേഷം പോണം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.